ഇജോ ഇജോ ആരാ ഇലക്ഷൻ ജയിച്ചാരാ? പറയ്, തോറ്റോ? ഈ തോറ്റോ? അല്ലേ? ഹലോ ഗായ്സ്, നിന്റെ പബ്ലിക് സ്കൂളില് ഇലക്ഷൻ കഴിഞ്ഞു. പക്ഷെ ഞാൻ തോറ്റ്. ഇങ്ങനെ തോൽക്കാതെക്കുക, പബ്ലിക് സപ്പോർട്ട് കുറവല്ലേ? എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനത് തലപ്പൊടിയാണെന്നാ വിചാരം. പക്ഷെ എനിക്ക് നല്ല ബുദ്ധിണ്ട്, അതുകൊണ്ടാണല്ലോ എന്നെ ഇലക്ഷനിൽ നിർത്തിയേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ തോറ്റ്. ഫുൾ സെറ്റപ്പ് ഇനി ഞങ്ങൾ സ്കൂളില്. അല്ലാതെ പേര് ബോർഡുമേലുണ്ടാവും. ഇഷ്ടമുള്ളവരെ മേലെ നമുക്ക് നിൽക്കാം. ഞാനാണെങ്കിൽ വോട്ട് ചെയ്തത് അഫ്തബീനെ. എനിക്ക് അഫ്തബീനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല എനിക്ക് എന്റെ പേര് തന്നെ വോട്ട് ചെയ്യണം, ഒന്നും ആലോചിച്ചില്ല. അഫ്തബീനെ കണ്ടപ്പോ ഓനിട്ടൊരു നെക്കാട് കൊടുത്ത്. അങ്ങനെ ഞാൻ ഇലക്ഷനിൽ തോറ്റ്. കള്ളവോട്ട് ചെയ്യേണ്ട അറിയാന് ശബന മിസ് ടീച്ചർമാരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണ്ടേനി. ഒരു പോലീസുകാരനൊക്കെ ഉണ്ടേനി. അഞ്ജു മാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഞങ്ങളെ നോക്കിയേ. ആരും കള്ളവോട്ട് ചെയ്യില്ല ഉറപ്പ് വരുത്തി. ഓരോരുത്തര് വോട്ട് ചെയ്യാൻ എത്തും, അവർക്ക് ഇങ്ങനെ നിൽക്കും. എന്ത് ചെയ്യാനാ, ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ പേര് 5 പ്രാവശ്യം നിൽക്കണമെന്നാ. ഈ 5 മിസ് കാരണം ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തോറ്റേ. ഇത് തന്നെ അടുത്ത കൊല്ലം ഒന്ന് നോക്കണം. കുറച്ച് ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ഉണ്ടാക്കണം. അല്ല എന്റെ കണ്ണിലുണ്ടി ആവാൻ നോക്കണം. സ്കൂൾ ഇലക്ഷനൊക്കെ വെറൈറ്റി ആണ്. നിയമസഭയെ പോലും ഉണ്ടാവൂല ഇതുപോലെ ഒരു വോട്ടെടുപ്പ്. കണ്ടാ സോണികാന്തിന്റെ പോലെ ഉള്ളേ ഒരു പെണ്ണുണ്ട് ഇവിടെ. കാര്യമൊക്കെ ഇട്ട് വന്ന അവളുടെ പേരാണ് തൂബ. ഓളിന്റെ ക്ലാസ്മേറ്റ് ആണ്. നീർസ്ഥാനത്ത് നിൽക്കുന്ന റിയ ഞാനുവാ. എന്ത് ചെയ്യാനാ, ഞാൻ തോറ്റുപോയി, സെക്കൻഡ് ആയിപ്പോയി. ഇലക്ഷന്റെ തൊട്ട് മുന്നിൽ ദിവസം എല്ലാരോടും വോട്ടൊക്കെ ചോദിച്ചു നിന്ന്. അതാണ് അവതായം. എനിക്ക് വോട്ട് ചെയ്യാൻ പറയാനൊന്നും ആദ്യമായിട്ടൊന്നും അറിയില്ല. ഇനി ഒക്കെ കൊളായി. എനിക്കാണ് ആരും പറഞ്ഞൊന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ തോൽക്കാണ്ടിരിക്കുക? ഞാൻ തോറ്റു, അതന്നെ. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. ഞാനൊരു ലോകം അറിയുന്ന വ്ളോഗർ അല്ലേ. ഞാൻ കുറച്ചു ദിവസം മുമ്പ് മുക്കത്ത് പോയോണ്ട് എന്നോട് ഒരാള് ചോദിച്ച് ഇപ്പൊ എന്താ വീഡിയോ ഒന്നും ഇല്ലാത്തെ. ഞാൻ നെട്ടിപ്പോയി. ഞാൻ കൂടെ ഒരു സെൽഫി കൊടുത്ത്. അപ്പൊ മനസ്സിലായി ഞാനൊരു വലിയ വ്ളോഗറായി, ഞാൻ സെലിബ്രിറ്റി ആയി. ഇനി കളി മാറാണ് മോനെ. ഞാൻ കച്ചറ കളിക്കുമ്പോത്തിന് ഇനി കച്ചറ കളിക്കരുത്, ഇനി കച്ചറ കളിക്കരുത് പറയുന്നേ ശബന മിസ്സിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചില നേരത്ത് ശബന മിസ് എന്നോട് ചോദിക്കും ഏറ്റവും ഇഷ്ടം ആരെയാണ്. അപ്പൊ ഞാൻ ചെവിയില് പറയാനുണ്ട്. പിന്നെ ഞങ്ങളെ സ്കൂളിലുള്ളത് ഐഫോൺ ഇല്ലേ, അഞ്ഞു മാം. അഞ്ഞു മാം ഒരു വെറൈറ്റി ആണ്. പറഞ്ഞാൽ കേൾക്കാത്ത പോത്തിന് ചീത്ത അറിയാനുള്ളൂ. ഈ വീഡിയോ ഒക്കെ എടുത്തത് അഞ്ഞു മാമിന്റെ ഫോണിനോടാണ്. അഞ്ഞു മാം ഭയങ്കര പൈസക്കാരിയാ. ഒരു ₹1,00,000 ഐഫോണൊക്കെ ഉണ്ട്. എപ്പോ വീഡിയോ എടുക്കണമെങ്കിലും മിസ്സിന്റെ ഫോൺ വേണം. ഐഫോൺ ഉള്ളത് അഞ്ഞു മിസ്സിന്റെ അല്ലേ. അപ്പൊ അഞ്ഞു മിസ്സിന് അങ്ങനെ വിടാൻ പറ്റുമോ? ക്ലിക്കാക്കൂലേ? ഒന്ന് സഹായിക്കടോ. 10 ഉറുപ്പ്യെങ്കിലും ഒന്ന് ഉണ്ടാകട്ടെ. നിങ്ങൾ എന്താണ് ഒരു ഉഷാറില്ലാത്ത? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവില്ലേ? ഇതിനൊക്കെ എനിക്ക് അറിയുള്ളൂ. സൈനിങ് ഓഫ്, പേജസ് ബ്ലോഗ്.